ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം കൊഞ്ചാണ് ഞാൻ കിടന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നിപ്പം ഞാൻ രാവിലെ അല്ല എണീറ്റത്, ഞാൻ ഉച്ചയല്ല എണീറ്റപ്പോൾ രാവിലെ ആയി, പക്ഷേ ഉച്ചയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്നെന്താണ് പരിപാടി എന്നൊക്കെയാണ് കാണിക്കുന്നത്. എൻ്റെ വീടല്ല, എൻ്റെ അമ്മയച്ഛൻ്റെ വീട് വീട്ടിലാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പം വലിയ ടി വി ഒക്കെ ആണെങ്കിലും കാണാൻ പറ്റില്ല, ഷോയ്ക്ക് വെച്ചിരിക്കുന്നതേ ഉള്ളൂ, വേറെ ഉപയോഗമൊന്നുമില്ല കേട്ടോ, ആരും കണ്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പം ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. നമുക്കിനി ഫുഡ് ഉണ്ടാക്കണം, പിന്നെ കഴിക്കണം. അത് കഴിഞ്ഞിട്ടാൽ വേറൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുറ്റമടിച്ച് വാരുക, വീട്ടിനകത്ത് വെക്കുക, പാത്രങ്ങൾ കഴുകി വെക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത് ഉച്ചത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം രാവിലെ ഞാൻ എണീറ്റപ്പം കുറച്ച് താമസിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഞാനുണ്ട്, ഹസ്ബൻഡുണ്ട്, നമ്മൾ രണ്ടുപേരുണ്ട്. പപ്പയും അനിയനും ഇല്ല, അവർ കടയിൽ പോയി. നമ്മൾ രണ്ട് മാത്രമേ മിക്ക ദിവസവും, എല്ലാ ദിവസവും ഇവിടെ കാണത്തുള്ളൂ. വേറെ ആരും വീട്ടിൽ കാണൂല. രാവിലെ തൊട്ട് ഏകദേശം രാത്രി വരെ നമ്മൾ മാത്രമേ കാണൂ. പിന്നെ അനിയൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകും, വീട്ടിൽ വരാറുണ്ട് അവൻ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. പിന്നെ ആരും ബിരിയാണി കണ്ട് കളിയാക്കരുത്. ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും, പക്ഷേ ഇന്നൊരു മടിയൻ ബിരിയാണിയാണ്, കുക്കർ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കണം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞ് കുക്കർ ബിരിയാണി. നമുക്ക് വിശപ്പടക്കണം, അത്രേ ഉള്ളൂ. ഇതെൻ്റെ റൂമാണ്, ആരും കണ്ടിട്ട് തിരിക്കരുതും. ഭയങ്കര അലിമ്പ് റൂമായി കിടപ്പുണ്ട്, പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയി റൂമിൻ്റെ. ഇവിടെ ഒരാളുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. നമ്മുടെ സുന്ദരി പെണ്ണാണുള്ളത്. ഇത് കണ്ട, ഇതാണ് എൻ്റെ ചുന്ദരി മോള്, എൻ്റെ സുക്കിടി മണിയാണിത്. ഹായ് പറ, ഹായ് പറ, ഹായ്. എന്ന് വലിക്കാനല്ല പറഞ്ഞ, ഹായ് പറ. ഈ സ്നേഹം വരുമ്പോൾ ഇനിയിപ്പോൾ കൊണ്ടുപോകും നിന്നെ. ഇതുപോലെ ഇരിക്കാൻ പറ്റില്ല നമ്മളടുത്ത് സുഖിച്ച്. പാവപ്പോ എൻ്റെ പൊന്നു മോളാണ്. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പാത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. എനിക്കെപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. അപ്പം കുറച്ച് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ നല്ല അടിപൊളി വൃത്തിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം തുടങ്ങുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ പാത്രമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. പിന്നീടാണ് ഞാൻ കട്ട് ചെയ്യാനൊക്കെ പോയത്, നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് സവാള ഞാൻ കട്ട് ചെയ്തു, കെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം കുറച്ച് സവാള ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞില്ല, സാധനങ്ങളൊക്കെ തീർന്നിരിക്കുവാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ഇതിലെടുത്തിട്ടുള്ളത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചു. കുക്കർ വെച്ച് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാ നമ്മുടെ കോക്കനട്ട് ഓയിലാണ്, വേറെ സൺഫ്ലവർ ഓയിലും കാര്യങ്ങളും എടുത്തിട്ടില്ല. ബിരിയാണി വെക്കുന്നതിന് സൺഫ്ലവർ ഓയിലാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സൺഫ്ലവർ ഓയിലില്ലാതെ ഞാൻ സാധാ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മുടെ ഏലക്കായും പിന്നെ കുരുമുളക് പൊടിയല്ല, കുരുമുളകിൻ്റെ കുരുവാണ് കേട്ടോ, കുരുമുളക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ, ഞാൻ ഉപ്പിട്ട സംഭവം എടുക്കാൻ പറ്റിയില്ല. ഉപ്പിട്ടിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് പോലെ ആയില്ല, നല്ല ചതച്ചത്. അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് മൂപ്പിച്ച് കറുപ്പ് കളറിൽ വരുന്നത് ഇഷ്ടമില്ല, ചിലർ അങ്ങനെ എടുക്കും, പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം കുറച്ച് സാധാ നമ്മുടെ ഗരം മസാലയൊക്കെ ലൂസ് മസാല പൊടിച്ചത്, പിന്നെ വീട്ടിൽ ഇന്നലെ മാഗി വാങ്ങിച്ചതിൻ്റെ കുറച്ച് ബാലൻസ് മാഗിയുടെ മസാല ഉണ്ടായിരുന്നു, ആ 2 മസാല കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു. അതിനുശേഷം നമ്മുടെ കൈമ റൈസ്, ജീരകശാല അരിസി എന്നൊക്കെ തമിഴ്നാട്ടിൽ പറയും, അങ്ങനെ കൈമ റൈസ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. തിള വന്നതിന് ശേഷം മാത്രമേ കുക്കർ അടച്ച് വെക്കാവൂ. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച്, നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുന്ന കണക്ക് നോക്കിക്കൊള്ളണം. ഒരിക്കലും റൈസ് താഴ്ന്ന് നിൽക്കരുത്, റൈസിൻ്റെയും മുകളിൽ വെള്ളം നിൽക്കണം. അങ്ങനെ ഒരു 3 ഫിസിലാണ് ഞാൻ കേൾപ്പിച്ചത്. 3 ഫിസിൽ കേൾപ്പിച്ചതിന് ശേഷം
ഞാൻ ബിരിയാണി തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേ ഒടുക്കത്ത മണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി പോകുമെന്നാണ് വിചാരിച്ചത്. സംഭവം വൻ വിജയമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേ ബിരിയാണി ഒത്തിരി തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കുക്കർ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു വെന്തുടഞ്ഞു പോകുന്നു. പക്ഷെ നന്നായിട്ട് കറക്റ്റ് വേവായിരുന്നു. സത്യം പറഞ്ഞാൽ എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി, അഭിമാനമൊക്കെ തോന്നി. കാരണം നന്നായിട്ട് കുക്ക് ചെയ്യാൻ പെൺപിള്ളേരെന്നല്ല പൊതുവേ കുക്ക് ചെയ്യാൻ അറിയാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ക്രെഡിറ്റാണ് കേട്ടോ. കാരണം ആരും കുറ്റം പറയത്തില്ലല്ലോ എന്നുള്ളൊരിത്. കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഹസ്ബൻഡും പറഞ്ഞു ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ സലാഡ് ചേർക്കാം, പപ്പടം, മുട്ടയൊക്കെ ചേർക്കാം. പിന്നെ മയോണൈസും നല്ലതാണ്. അങ്ങനെ ഞാൻ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് പണ്ട് തൊട്ടേ. അപ്പം ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉറങ്ങി എണീറ്റിട്ട് ഞാൻ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് വീഡിയോ ആയിട്ട് എടുത്തില്ല. വീട് സ്നേഹം ക്ലീൻ ചെയ്ത് മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി. പിന്നെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ആ ബാക്കിൽ കാണുന്നത് ആട്ടിൻ്റെ തൊഴുത്താണ്. മുഖമൊക്കെ പിമ്പിൾസ് കൊണ്ട് കൂടി ഗൈസ്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, വലുതായിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുക, പിന്നെ എണീക്കുക, പിന്നെ എന്തെങ്കിലും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് കിടക്കുക. അത്രേ ഉള്ളൂ. തലവേദന മാറാൻ വേണ്ടി ഒരു മെഡിസിൻ ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് കിടക്കും.